ഹായ്, എൻ്റെ പേര് ഡോക്ടർ അലൻ മാത്യു, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് ഫിസിയോഫൈ. ഇന്ന് നമ്മുടെ ചർച്ചയിലുള്ള ടോപ്പിക്ക് ജിം ട്രെയിനിങ്ങും ഫിസിയോതെറാപ്പിയും തമ്മിലുള്ള ബന്ധം എന്ത്, അവരുടെ ബൗണ്ടറീസ് എന്തൊക്കെ, റിഹാബിലിറ്റേഷൻ ആർക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഒപ്പം എന്നുള്ളത് എൻ്റെ സുഹൃത്തും ജിം ട്രെയിനറുമായ റിബു. ഹായ്, എൻ്റെ പേര് റിബു രാജു. ഞാൻ ആസ്പയർ ഫിറ്റ്നസ് സോണിൽ ഫിറ്റ്നസ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഈ ചർച്ചയ്ക്കായി റിബുവിനെ തന്നെ തിരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ട്. ആളും എൻ്റെ കൂടെ ഫിസിയോതെറാപ്പി പഠിക്കാനുണ്ടായിരുന്നു. തുടർന്ന് ആളുടെ പാഷൻ ഫോക്കസ് ചെയ്തുകൊണ്ട് ആള് ജിം ട്രെയിനിങ്ങിലേക്ക് മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. പഠനം പൂർത്തിയാക്കിയില്ല, എന്നാലും ആൾക്ക് ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് പറയാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ആളെ ഈ ചർച്ചയ്ക്ക് തിരഞ്ഞെടുത്തത്. ഞാൻ തുടക്കത്തിലേ പറയണ്ടായല്ലോ, ഇതെന്റെ സുഹൃത്താണ്. ഞാൻ ആളെ ആശാൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ത്രൂ ഔട്ട് വീഡിയോയില് ആശാൻ എന്നായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. ആശാൻ, എൻ്റെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫിസിയോതെറാപ്പിയും ജിം ട്രെയിനിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇതാണ് എനിക്ക് ആശാനോട് ചോദിക്കാനുള്ളത്. ആശാനായിരിക്കും ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുക എന്നുള്ള വിശ്വാസം എനിക്ക്. ഒന്ന് പറയാമോ? ഫിസിയോതെറാപ്പിയും ജിം ട്രെയിനിങ്ങും ഇത് രണ്ടിലും നമുക്ക് വരുന്ന ക്ലയൻസും പേഷ്യൻസും. ഈ ക്ലയന്റും പേഷ്യന്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? പേഷ്യൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം ഉള്ള ആൾക്കാരാണ് പേഷ്യൻസ് എന്ന് പറയാം. ക്ലയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ജിമ്മിൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഒരു ജിം ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ അവർക്ക് അസുഖങ്ങൾ വരാണ്ടിരിക്കാനും ഇതുപോലെ ഇഞ്ചുറീസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യം നിലനിർത്തുക. അതാണ് മെയിൻ ജിമ്മിൽ ഉദ്ദേശിക്കുന്നത്. ഫിസിയോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒരു അസുഖം വന്ന അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വന്ന ഒരാളെ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിക്കുക എന്നതാണ് ഫിസിയോതെറാപ്പിയിൽ കണ്ടുവരുന്നത്. ഓക്കെ, ആശാനെ, അപ്പൊ നമ്മുടെ ചർച്ചയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കിടക്കാം. ഞാൻ വരുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിനെ പറ്റി. ഈ ജിം ട്രെയിനർമാര് അല്ലെങ്കിൽ ട്രെയിനിങ് ഫീൽഡിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അല്ലാത്ത ആൾക്കാര് ഈ ഇഞ്ചുറി റിഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ എക്സസൈസ് പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരവധി ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിലവിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചെയ്യുന്ന നടപടികൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ? ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഫിസിയോ എന്നുള്ള ഒരിത്, അല്ലെങ്കിൽ ഞാനൊരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള നിലയിൽ ഇതൊരു തെറ്റായ രീതിയായിട്ടാണ് ഞാൻ പറയുക. ആശാന്റെ അഭിപ്രായം ഈ കാര്യത്തിൽ എന്താണ്? ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു പനിയോ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ വന്നിട്ട് മരുന്ന് ചോദിക്കില്ലേ, പനിയുടെ മരുന്ന് ചോദിക്കും, ഒരു പ്രിസ്ക്രൈബ് ചെയ്യില്ല. അതുപോലെ തോന്നുന്നു. നമുക്ക് എന്താണ് രോഗം എന്ന് അറിയാണ്ട് നമ്മൾ പോയിട്ട് മരുന്ന് എന്തെങ്കിലും ചെയ്യുക, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറഞ്ഞത് ശരിക്കും പറഞ്ഞത് ശരിയായൊരു നടപടിയല്ല. നമുക്ക് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഇപ്പൊ എന്ന് പറയുമ്പോ നമ്മളിപ്പോ ഈ ഫിറ്റ്നസ് ഫീൽഡിന് മുമ്പ് 1 ഇയർ കോഴ്സാണ് പഠിക്കുന്നത്. 4.5 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ച് അതിന്റെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി പാസ്സായ ഡോക്ടേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോ അലം പറഞ്ഞ ഈ കേസിൽ ചെയ്യുന്നത്. അപ്പൊ അത് ശരിയായ നടപടിയല്ല. ഞാൻ പറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. നമ്മുടേതായിട്ടുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബോഡി റീകമ്പോസിഷൻ, ക്ലയൻസിനെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, കൊണ്ടു നടക്കുക. അല്ലാണ്ട് നമുക്ക് റീഹാബിലിറ്റേഷൻ നമുക്ക് ഇതിൽ പറയണില്ല. എന്നാൽ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഇപ്പൊ ഫിസിയോനെ കണ്ടു കഴിയുമ്പോൾ അവർ പറയും ജിം വർക്കൗട്ട്സ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും ഏതാണ് വീക്ക് ആയിട്ടുള്ള മസിൽസ് കാര്യങ്ങൾ, അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാം. ഓക്കെ, ആശാൻ സ്ട്രെങ്തനിങ്ങിനെ പറ്റി പറയണ്ടായല്ലോ. അപ്പൊ നമ്മുടെ ഈ റിഹാബിലിറ്റേഷൻ ഫേസുകളിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ACL ഇഞ്ചുറി കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ റിഹാബിലിറ്റേഷൻ ഫേസിൽപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെങ്തനിങ് എന്നൊക്കെ പറയുന്നത്. ഒരു സ്റ്റേജ് 2 ഒരു ഫേസിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് സ്ട്രെങ്തനിങ്. അത് ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രെങ്തനിങ്ങും നമ്മുടെ ജിം വർക്കൗട്ട്സ് പോലുള്ള സ്ട്രെങ്തനിങ് ആക്ടിവിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് തിരിച്ചറിയാനാവാത്തതുകൊണ്ടാണോ എന്തോ എനിക്കറിയത്തില്ല. പല വീഡിയോസിലും കാര്യങ്ങളിലും ജിം ട്രെയിനർമാര്, ഞാൻ എടുത്തു പറയുന്നില്ല, ജിം ട്രെയിനർമാര് പല ആൾക്കാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ നമ്മുടെ ചർച്ചയിൽ ഇങ്ങനെ ഒരു വിഷയം ജിം ട്രെയിനറിനെ പറ്റി പറയുന്നത് കൊണ്ട് ഞാൻ എടുത്തു പറയുന്നതാണ്. ആ ഒരു വിഭാഗത്തിനെ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നില്ല. കുറെ ആൾക്കാർ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഇത് ശരിയായ ഒരു കാര്യം അല്ല. എന്തായാലും ഈ ആശാന്റെ ഒരു സജഷനിൽ എന്താണ് റിഹാബിലിറ്റേഷൻ ഫേസിൽ വരുന്ന ഒരു സ്ട്രെങ്തനിങ് പോട്ടെ, അല്ലെ ജിം ട്രെയിനിങ്ങിലുള്ള സ്ട്രെങ്തനിങ് എന്താണ് എന്ന് എനിക്കൊന്ന് വിശദീകരിച്ചു തരാം. അല്ല, നീ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് മൈൻഡിൽ വന്നവിടെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ACL ഇഞ്ചുറി കഴിഞ്ഞ് വന്ന ക്ലയന്റാണ്. ഞാനപ്പോൾ അവനോട് കറന്റ് കണ്ടീഷൻ ചോദിച്ചു. അപ്പൊ അവന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഫിസിയോസിനെ ഞാൻ കൺസൾട്ട് ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഫിസിയോസിനെ അധികം കുറച്ച് നാൾ കൺസൾട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഫിസിയോ നിർത്തി, പൈസയുടെ ബുദ്ധിമുട്ട് കാരണമാണ്. അത് കഴിഞ്ഞ് ജിമ്മിൽ ഡോക്ടർ ചോദിച്ചപ്പോൾ ജിമ്മിൽ പോക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന്റെ കണ്ടീഷൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇഞ്ചുറി കഴിഞ്ഞിട്ട് ഒരു 3 months അങ്ങനെ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കത് അതിൻ്റെതായിട്ടുള്ള വർക്കൗട്ട്സ് സ്ട്രെങ്തനിങ് നമുക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് കുറവാണ്. നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗ്രേഡ് ഉണ്ടാവില്ല ഓരോന്നിനും. ഒരു ലെവൽ 4
ഈ ACL ഇഞ്ചുറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഫിസിയോസ് ഞാൻ പഠിച്ചതാണ് എനിക്കറിയാം. ഫൈനൽ ഫേസ് സ്ട്രെങ്തനിങ് ആൻഡ് കണ്ടീഷനിങ് പ്ലയോമെട്രിക്സ് പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് അതാണ്. അപ്പൊ ഞാൻ അവനോട് ഇത് അറിയണ കാരണം ഞാൻ അവനോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും, ഫിസിയോസിന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഈ ക്ലയൻസിന് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഡോക്ടേഴ്സും കൂടുതൽ റെക്കമെൻഡ് ചെയ്യണം ഫിസിയോസിന് കൂടുതൽ ചെയ്യാൻ പറയണം. ചെയ്യുമ്പോ ഇപ്പൊ ജിം ട്രെയിനേഴ്സ് ഇപ്പൊ എന്താ കണ്ടുവരുന്നത് ഇപ്പൊ നീ ഇഞ്ചുറി നമ്മൾ ജിം ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ റോൾസിൽ പഠിപ്പിക്കും. നീ ഇഞ്ചുറി വന്ന ഒരാളെ എങ്ങനെ കൺസൾട്ട് ചെയ്യണം. നമ്മൾ പൊതുവെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇഞ്ചുറി. ഇപ്പൊ നീ ഇഞ്ചുറി പല കാരണങ്ങൾ കൊണ്ട് വരാം. ഇപ്പൊ എനിക്കൊരു നീ ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഞാൻ ഫിറ്റ്നസ് ട്രെയിനറാണ്, എന്നിട്ട് കൂടി ഞാനൊരു ഫിസിയോനെ കൺസൾട്ട് ചെയ്തിട്ട് ആ ഇഞ്ചുറി എന്താണെന്ന് എനിക്കറിയില്ല. സംഭവം നീര് പെയിൻ ഉണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ കുറെ നാൾ ഞാൻ എന്റെ രീതിയിൽ ചെയ്ത് നോക്കി, എന്നാൽ എനിക്ക് റിസൾട്ട് ഇല്ലാണ്ടായപ്പോ ഞാൻ ഒരു ഫിസിയോനെ കണ്ടപ്പോഴാണ് അറിഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ചതല്ല. ഞാൻ ക്വാഡ്സ് വീക്കാന്ന് വിചാരിച്ചാണ് ക്വാഡ്സ് കൂടുതൽ സ്ട്രെങ്ത് ചെയ്തു. എന്റെ മെയിൻ പ്രശ്നം ക്വാഡ്സിൽ സ്ട്രെങ്തം കൂടിയിട്ടുള്ള പ്രശ്നം വന്നാൽ ഹാം വീക്കായിരുന്നു. സോ നമുക്കിത് പറഞ്ഞു തരാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഡോക്ടേഴ്സിന് കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എന്താ സംഭവം, എന്നിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഓക്കെ, ആശാൻ പറയണ്ടായി ആശാന്റെ മുട്ടുവേദന വന്നു. ആദ്യം ആശാൻ കുറച്ച് ട്രൈ ചെയ്തു മുട്ടുവേദന റെഡിയാക്കി ഇരിക്കാൻ സെൽഫായിട്ട്. അതിനുശേഷം ഫിസിയെ കൺസൾട്ട് ചെയ്തു എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ആശാൻ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ, മുട്ടുവേദന ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. മുട്ടുവേദനയാണെങ്കിൽ പല കാരണത്താൽ മുട്ടുവേദന വരാം. ചിലപ്പോൾ ലിഗമെന്റ് ഇഷ്യൂസ് ഉണ്ടാവാം, മെനിസ്കസ് കൊണ്ടാവാം, എന്തെങ്കിലും മസിൽ ഇഞ്ചുറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഡൻ ഇഞ്ചുറീസോ എന്ത് പ്രശ്നം കൊണ്ടാകാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട്. അപ്പോ ഇത്തരത്തിലൊരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ 1-2 ദിവസത്തിന് ശേഷം റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തതിന് ശേഷം കുറയുന്നില്ലെങ്കിൽ ഒരു ഫിസിയോ കൺസൾട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമായി ആശാൻ പറയുന്നത്. ഇതാണ് ഈ ഒരു അവയർനെസ് ആണ് നമ്മൾ ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ തെറ്റായ രീതിക്ക് കുറെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്ത് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ഈ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ തോളിന് വേദന വന്നാൽ ഇത് ചെയ്യുക, പിന്നെ ഇത് കഴിഞ്ഞ ഇഞ്ചുറി കഴിഞ്ഞാൽ ഇത് ചെയ്യുക. അതാണ് നമ്മൾ ഇതിൽ കൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫിസിയോതെറാപ്പി എന്നുള്ളതും എന്താണ് ജിം ട്രെയിനിങ് എന്നുള്ളതും അതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ വ്യക്തമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ കാണികൾക്കും ഏകദേശം നമ്മുടെ ഈ ചർച്ചയിലൂടെ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആശാന് ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ പറയാനായിട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഒരു ഫിസിയോ ആണെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് ആ റൂട്ടിനെ ട്രീറ്റ് ചെയ്ത് റിഹാബ് ചെയ്ത് ഫൈനൽ ഫേസ് ആയിട്ട് നമ്മൾ നിങ്ങളുടെ കയ്യിലേക്ക് തരിക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. പല ആൾക്കാരും ഇത് ഫോളോ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ജിമ്മിന്റെ ഒക്കെ എന്താ പറയാ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ള ജിമ്മിൽ നിന്ന് എൻ്റെ ജിമ്മ് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്, ഞാൻ കുറച്ചും കൂടെ എന്തോ ഒരു സംഭവമാണ്, കുറച്ചും കൂടെ കൂടുതലായിട്ട് എനിക്ക് അറിയാം, ആ ഒരു ക്യാൻവാസിങ് രീതിയായിട്ട് ഈ ഒരു ഫീൽഡിനെ ഉപയോഗിച്ചു വരുന്നു. അത് ജനങ്ങളിലും തെറ്റായ ഒരു ചിന്ത ഉണ്ടാക്കുകയും ആൾക്കാർ തെറ്റായ രീതിക്ക് കുറെ എക്സസൈസും കാര്യങ്ങളും അതും ഇതെല്ലാം ചെയ്ത് ആശാൻ പറഞ്ഞ പോലെ ആശാൻ പറഞ്ഞു എന്താണ് കോഡ്രിസെപ്സിന്റെ വീക്ക്നെസ് ആണെന്ന് കരുതി സ്ട്രെങ്ത് ചെയ്തു. പക്ഷെ ഇഷ്യൂ സ്ട്രെങ്തനിങ് മസിലിന്റെ ഹാംസ്ട്രിങ്ങിന്റെ ഇഷ്യൂ ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ആ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇതേ രീതിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ആൾക്കാർ തെറ്റായ രീതികൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു കാര്യത്തിനെ പറ്റി ആശാന് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ ചർച്ച ഇതോടുകൂടി അവസാനിപ്പിക്കാം. കൂടുതൽ ഇതിലെ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും ആള് കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിം എന്ന് പറഞ്ഞ സ്ഥലം നമുക്കൊരു ഇഞ്ചുറി വന്നിട്ട് പോകേണ്ട സ്ഥലമല്ല. ഇഞ്ചുറി വന്നിട്ട് നമുക്ക് പോകേണ്ടത് എവിടെയാണ്? ഒന്നെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിയോസ് എന്താണ് കാര്യം അറിയാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യണ പോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പിന്നെ നമ്മൾ ജിമ്മിലേക്ക് വരുന്നത്. ജിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചുറി വരാണ്ടിരിക്കാൻ വേണ്ടി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളതാണ്. നമുക്ക് ലോങ്ജിവിറ്റി കൂടുതൽ കാലം സുഖമായി നടക്കാനും ഇരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം ജിമ്മ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരു ഇഞ്ചുറി വന്നു അത് മാറ്റാൻ വേണ്ടിയിട്ട് ജിമ്മിലേക്ക് വരാം. അതിനോരോ കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഫിസിയോസിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ ജിമ്മിൽ വന്നിട്ട് ഇപ്പൊ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ നമ്മൾ ജിം ട്രെയിനറെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരു നീ ഇഞ്ചുറി എന്ന് വന്നു കഴിഞ്ഞാൽ സ്ട്രെങ്ത് നമുക്ക് പറഞ്ഞാൽ മസിൽസ് വീക്ക്, നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ അറിയില്ല. ലിഗമെന്റ് ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ അത് അത്രേ പഠിക്കുന്നുള്ളൂ. ലിഗമെന്റ്, ടെൻഡൻ, മെനിസ്കസ് അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിന് വരും. എന്തൊക്കെ പ്രോബ്ലംസ് കൊണ്ടുവരും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് സ്ട്രെങ്തനിങ് ആണ് നമ്മുടെ മെയിൻ പർപ്പസ്. അപ്പൊ ആ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് മാത്രം മാറുന്ന അസുഖങ്ങൾ ഉണ്ടാവില്ല. അതെന്താന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ റോൾ ചെയ്യുന്നു. ഇപ്പൊ അതിനേക്കാളും പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നു. അതിൽ നമ്മൾ ചെറുതാവുന്നില്ല വലുതാവുന്നില്ല. നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്താന്ന് പറഞ്ഞപ്പോ എന്നോട് തീർത്തും സഹകരിച്ച എന്റെ സുഹൃത്തും എന്റെ ആശാനും ഒത്തിരിയേറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.